പാതിവില തട്ടിപ്പ് കേസിന്റെ അന്വേഷണം ഉടൻ CBIക്ക് വിടണമെന്ന് തട്ടിപ്പിന് ഇരയായവർ കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കാതെ പോലീസും സർക്കാരും ഒളിച്ചു കളിക്കുകയാണ്. തട്ടിപ്പിന് ഇരയായ സ്ത്രീകൾക്ക് പണം ഉടൻ തിരിച്ചു നൽകണമെന്നും പരാതിക്കാർ ആവശ്യപ്പെട്ടു. അനന്തകൃഷ്ണന്റെയും ആനന്ദകുമാറിന്റെയും തട്ടിപ്പിന് ഇരയായവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. അറസ്റ്റ് നടപടികളിലേക്ക് കടന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്നാണ് കേസന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നത്. ഇത്രയും രൂപ കോടിക്കണക്കിന് കണ്ട് ഗവൺമെന്റും കണ്ട് മുഖ്യമന്ത്രി നിയമസഭ പറഞ്ഞു. ഇതെല്ലാം ചെയ്തിട്ടും ഇവർക്ക് വീണ്ടും ജാമ്യം കിട്ടുന്നതല്ല വരുന്ന കാര്യങ്ങളോട്ട് മുന്നോട്ട് പോകുന്നതല്ലാതെ നമുക്കിതുവരെ അതിനകത്ത് ഒരു കാര്യം ഒരു നിയമ നടപടി വരുമോ. എന്തോരം പാവപ്പെട്ട അവർ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ പാവപ്പെട്ട എത്രയോ സ്ത്രീകളാണ് ഇതിനകത്ത് വഞ്ചിതരായത്. എന്നിട്ട് പോലും ഒരു രൂപ പോലും തിരിച്ചു കൊടുക്കാനോ ആരോട് ഇതിനു വേണ്ടി മുന്നോട്ട് വന്നിട്ടില്ല. അപ്പം ഇനി ഞങ്ങൾക്ക് CBIക്ക് വിട്ടുകൊടുക്കാനുള്ള ഇപ്പോൾ ക്രൈംബ്രാഞ്ചൊന്നും അന്വേഷിച്ചിട്ട് യാതൊരു ഇതുമില്ല, പോലീസിനും നടപടിയില്ല. പിന്നെ ഞങ്ങൾ അന്വേഷണം വേറെ ഞങ്ങളുടെ താല്പര്യത്തോട്ട് മാറ്റിയാലേ ഞങ്ങൾക്ക് കിട്ടണം. ഞങ്ങളുടെ നീതി നടപ്പാക്കി ഞങ്ങൾക്ക് പൈസ കിട്ടിയേ പറ്റത്തുള്ളൂ. 100 കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്ത് 5 മാസം കഴിഞ്ഞിട്ടും അതിൽ ഒന്നിൽ പോലും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. പോലീസ് കണ്ടെത്തിയ 23 അക്കൗണ്ടുകളുടെ ട്രാൻസാക്ഷൻ പരിശോധിച്ച് ആർക്കൊക്കെ പണം നൽകിയെന്ന് കണ്ടെത്തണം. അനന്തകൃഷ്ണനും ആനന്ദകുമാറുമായി സഹകരിച്ച ജനപ്രതിനിധികൾ ആരും ഇപ്പോൾ തട്ടിപ്പിനെക്കുറിച്ച് മിണ്ടുന്നില്ലെന്നും ഇവരെയും അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നും പരാതിക്കാർ ആവശ്യപ്പെട്ടു. ഇങ്ങനെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളാണ് ഇതിൽ പെട്ടുപോയിരിക്കുന്നത്. ഈ സ്ത്രീകളുടെ പൈസ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളൊരു കേസ് കൊടുത്തത്. അപ്പോഴും നമ്മുടെ സർക്കാർ അത് ലാഘവത്തോടുകൂടി തള്ളിക്കളയുകയാണ്. കാരണം ഇതിനകത്ത് നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഇതിനകത്ത് വന്നതെല്ലാം രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമുഖരായ വ്യക്തികളാണ് ഉദ്ഘാടന വേദികളിലും ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടും നിന്നിട്ടുള്ളത്. അപ്പം പോലീസ് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു കുറ്റപത്രം സമർപ്പിക്കാനോ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനോ എത്ര രൂപ ഇയാളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെന്നോ ഒന്നും പുറത്തേക്ക് വിട്ടിട്ടില്ല. സമഗ്ര അന്വേഷണം നടത്തി തട്ടിപ്പ് പണം കണ്ടെത്തിയില്ലെങ്കിൽ പ്രതികളുടെ വീടുകളിലേക്കും അന്വേഷണ ഏജൻസികളിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും സമരം നടത്താനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് മലയാളം, കൊച്ചി.